മൈക്കിൾ എന്നെ ഫോൺ വിളിച്ചിട്ട് എന്തോ ഒരു ഡേഞ്ചർ കാര്യമുണ്ട്, വേഗം അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാനിപ്പോ നേരെ മൈക്കിളിന്റെ അടുത്തേക്ക് പോവാ. എന്തോ പിഞ്ചാന്റെ കാര്യാന്നാ പറഞ്ഞേ. എടാ ഫ്രാങ്ക്ലിനെ, എന്താ ഷിൻചാനെ? എടാ ഞാനും വരുന്നത്. അതെന്തിന് നീ വരണ്ട? എടാ ഞാനും വരുന്നത്. എന്തിന്? പിഞ്ചാന്റെ കാര്യം എന്നല്ലേ പറഞ്ഞേ? പിഞ്ചാൻ എന്റെ വലിയ ശത്രുവാ. ഞാനും വരുന്നത്. എന്നാ വാ വാ വാ. ഇവനെന്താ പിഞ്ചാനോട് ദേഷ്യം? എന്താണല്ല, എന്തായാലും പോവാ. എടാ കാറ് ലെസ്റ്ററിനെ കാറ് കൊടുത്തു ഞാൻ. ഇപ്പൊ എന്റെ കാറില്ല പോവാൻ വേണ്ടിട്ട്. ഫ്രാങ്ക്ലിന് ഇനി എങ്ങനെ പോവാ? എടാ ഇനി നമ്മളെങ്ങനെ പോവാ? എടാ എന്റെ ഒരു ഐഡിയ ഉണ്ട്. എന്താ? നെയ്ബറിന്റെ വണ്ടി അടിച്ചാൽ നെയ്ബർ ഒരു പുതിയ ഓഫ് റോഡിങ് വണ്ടി കൊണ്ടുവന്നു കേട്ടില്ലേ? ആടാ ഞാൻ കേട്ടായിരുന്നു. ആ വണ്ടി ഞാൻ ഇന്ന് അടിച്ചു മാറ്റാൻ പോവാ. ഈ നെയ്ബറല്ല, ആ അപ്പുറത്തെ നെയ്ബറിന്റെ ഒരു കിഡിൽ ഓഫ് റോഡിങ് വണ്ടി. അത് ബ്ലൂ കളർ ഓഫ് റോഡിങ് ഒരു ജീപ്പ് ട്രക്ക്. എന്താ അതിന്റെ സ്പീഡ് വേറെ ലെവലാണെന്ന് ഞാൻ കേട്ടത്. എനിക്കറിയില്ല അത് സ്പീഡ് ഫുൾ ലെവലാണെന്ന്. എങ്ങനത്തെ വണ്ടിയാണ് ഞാൻ ഇന്ന് ഇത് എടുക്കാൻ പോവാ. ഫ്രാങ്ക്ലിനെ നീ വേഗം എടുത്തിട്ടോ. ഞാൻ എടുത്തിട്ട്. ഇവർ കാണാൻ പാടില്ല, ഇവരെന്നെ കാണാൻ പാടില്ല, ഇവരെന്നെ കാണാൻ പാടില്ല. അവർ കണ്ടില്ല. ഭാഗ്യം, എന്നെ അവർ കണ്ടിട്ടില്ല. എനിക്കിപ്പോ എങ്ങനെയെങ്കിലും ഈ മുകളിലുള്ള ഓഫ് റോഡിങ് വണ്ടി എടുത്താൽ മതി. ഫ്രാങ്ക്ലിനെ. എന്താ ഷിൻചാനെ? എടാ നീ വേഗം എടുത്തിട്ടോ. ഞാൻ എടുത്തിട്ട് വരാം. പക്ഷെ എങ്ങനെ ഇപ്പൊ കേറി ഇതിന് മുകളിലേക്ക്? വെയിറ്റ്, ഇവിടെ ഒരു മതിലുണ്ട്, ഇതുവഴി കയറാൻ നോക്കാം. ഫ്രാങ്ക്ലിനെ വേഗം എടുക്കടാ. എടുക്കാം. ഞാനിപ്പോ ഈ മതില് ചാടി കയറാനാണ് നോക്കുന്നേ. എനിക്ക് എങ്ങനെയെങ്കിലും ഇതിന്റെ മേളിൽ കയറിയാൽ മതി. പക്ഷെ ഇതിന്റെ മുകളിലോട്ട് കയറുന്നത് ഇതെന്നെ തട്ടി ഇടുക താഴോട്ട്. അത് അപ്പുറത്തോട്ട് വരുന്നേ. ഈ വഴിയിലേ കയറാൻ പറ്റൂല, അപ്പുറത്തെ ഫ്രണ്ട് സൈഡിലേ കയറണം. എങ്ങനെയെങ്കിലും എനിക്ക് ഇതിന്റെ മേളിൽ കയറിയേ പറ്റൂ. ഇവിടെ കയറാനാണെങ്കിൽ അംബ്രല പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയറാൻ പറ്റുമായിരുന്നു. അതവിടെ. എടാ അവന്മാർ ഇരിക്കുന്ന അവിടെ ആ അംബ്രല ഉണ്ടല്ലോ. ഞാനിപ്പോൾ ആ അംബ്രല വഴി കയറാം. എനിക്ക് എങ്ങനെയെങ്കിലും ഇതിന്റെ മേളിൽ കയറണം. എനിക്ക് അത് മാത്രമേ അറിയൂ. എനിക്ക് എങ്ങനെയെങ്കിലും ഇതിന്റെ മേളിൽ കയറണം. ഇതിന്റെ മേളിൽ കയറണം. ആടാ ഞാൻ ഈ അംബ്രല വഴി കയറാനപ്പോഴേ അവർ കാണാൻ പാടില്ല. ഇവിടുന്ന് ചാടിക്കറാം. പെർഫെക്റ്റ്. ഞാൻ അങ്ങനെ ഈ അംബ്രലയുടെ മേളിൽ കയറി. എനിക്ക് ഇനി അങ്ങോട്ട് കയറിയാൽ മതി. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് താഴെ വീഴുമെന്ന് പേടിയുണ്ട്. മല്ല ചാടണം. അത് ഇങ്ങോട്ട് ചാടിയേ. എടാ ഞാൻ അറിയാണ്ട് ചാടിയതാടാ. ഇത് ഒന്നുകൂടെ കയറി. കമോൺ. ദി ബ്ലൂ കളർ ഏതാ ഫിനിഷിങ്? ഇത് ഏതാ? മിയാമി ബ്ലൂ എന്ന് പറയുന്ന ആ കളറിലെ വിഷയമായിട്ടുണ്ട്. എടാ എനിക്കും ഇതുപോലത്തെ ഒരു കളർ കാർ വാങ്ങണം. ഞാനും ഇതുപോലത്തെ ഒരു കാർ വാങ്ങണം. ഇതിന്റെ കൂടെ ഈ നീലയുടെ കൂടെ ഏത് കളർ ഇടണം? വൈറ്റ്, ബ്ലാക്ക്, റെഡ്, ഏത് കളർ വേണം? ഞാനൊരു GTR വാങ്ങാനാ പ്ലാൻ. സോ നിങ്ങളുടെ അഭിപ്രായം പറ. ഏത് കളർ മിക്സ് ചെയ്തിട്ട് വേണം വാങ്ങാൻ? കമന്റ്. ഫ്രാങ്ക്ലിനെ ഞാൻ വരുന്നത്. നീ വാ. ഞാൻ നിന്നെ മറന്നിട്ടൊന്നുമില്ല. ഇത് ഷിൻചാൻ ബാക്കിലെ നടന്നു വരുന്നുണ്ട്. വേഗം വന്ന് കേറാം. ഫ്രാങ്ക്ലിൻ ഞാനിപ്പോ കേറാ. എടാ ഇങ്ങോട്ടാ. പിഞ്ചാൻ എനിക്ക് എന്തായാലും കാണണം. കാണാം. നീ വേഗം കേറ്. ഫ്രാങ്ക്ലിൻ ഞാൻ കേറി. അന്ന് കേറ് ഫസ്റ്റ്. ഞാൻ കേറി. പൊക്കോ. പോവാ. ഇപ്പൊ നേരെ മൈക്കിളിന്റെ വീട്ടിലേക്ക് പോവാ. എന്താ ഡേഞ്ചർ കാര്യം മൈക്കിളിന്റെ അടുത്ത് പോയിട്ട് നോക്കാം. ലെറ്റ്സ് ഗോ ടു മൈക്കിൾ ഹൗസ്. A few moments later. ഞാനിത് ഈ കാർ ഓടിച്ചിട്ട് മൈക്കിളിന്റെ വീട്ടിലെത്തി. എനിക്കിപ്പോ ഇതിന് ഉള്ളിലോട്ട് കയറിയാൽ മതി. ഗേറ്റ് തുറക്ക്. തുറന്ന്. ഇപ്പൊ മൈക്കിൾ എവിടെയാ നോക്കണം. എടാ മൈക്കിളിനെ കാണുന്നില്ലല്ലോ. ഫ്രാങ്ക്ലിൻ ഇവിടെ എവിടെയാ മൈക്കിൾ ഉള്ളത്? എടാ ഞാനും അത് തന്നെ നോക്കുന്നത്. മൈക്കിൾ എവിടെ? എനിക്ക് എങ്ങനെയെങ്കിലും ഇപ്പൊ മൈക്കിളിനെ കണ്ടുപിടിക്കണം. മൈക്കിൾ ചിലപ്പോ ഇതിന്റെ ബാക്ക് സൈഡിൽ ആ പൂളിന്റെ അവിടെ ഉണ്ടാവും. ഷിൻചാൻ നീ ഇറങ്ങുന്നില്ലേ? വേഗം നീ ഇറങ്ങിയിട്ട് വാ. എടി ഈ കാർ ഏതായാലും ദൂരെന്ന് കാണാൻ ഈ കളറിൽ GTR ഇറക്കിയ സീനായിരിക്കും. എന്തായാലും കമന്റ് ചെയ്ത് നിങ്ങൾക്ക് അത് ഇഷ്ടാവുമെന്ന്. എടാ എവിടെയാ? എനിക്ക് മൈക്കിളിനെ കാണാൻ പറ്റുന്നില്ല. ഹലോ മൈക്കിളെ. ഫ്രാങ്ക്ലിനെ ഞാൻ ഇവിടെ ഉണ്ട്. നീ വേഗം നടന്നു വാ. വരുവാ. മൈക്കിളെ നീ എന്ത് ചെയ്യും ഇവിടെ? ഞാൻ ഇവിടെ വെറുതെ നിൽക്കുക. വേഗം വാ. മൈക്കിൾ എന്താ കാര്യം? എടാ ഫ്രാങ്ക്ലിൻ ഞാൻ ഒരു ഇമ്പോർട്ടന്റ് ആയ ഡേഞ്ചർ കാര്യം പറയാനാ വന്നെ. വിളിച്ചേ. പറ. എടാ പിഞ്ചാനെ നിനക്കറിയില്ലേ? പിഞ്ചാനെ അറിയാം. എനിക്ക് പിഞ്ചാനെ അറിയാം. എനിക്ക് അവരുടെ മൂക്കിന് ഡ്രപ്പ് കൊടുക്കണം. എടാ ഷിൻചാനെ നീ ഇവിടെ അടങ്ങിയിരിക്കും. എടാ ഫ്രാങ്ക്ലിനെ നീയില്ലേ, പിഞ്ചാന്റെ ഒരു സൈക്കിൾ ഉണ്ട്. ആ സൈക്കിള് അടിച്ചു മാറ്റണം. എടാ പിഞ്ചാന്റെ സൈക്കിൾ അടിച്ചു മാറ്റാനാ? അതെന്തിനാ അവന്റെ സൈക്കിള്? എടാ നീ അത് അടിച്ചു മാറ്റി. അതിന് 1 കോടി രൂപ വില വരും. അതിന്റെ അകത്ത് ഒരു ഡയമണ്ട് ഉണ്ട് അറ്റാച്ച് ചെയ്ത് ടയറില്. ഓക്കെ. ഞാൻ എന്നാ പോയിട്ട് വേഗം അടിച്ചു മാറ്റാ. എടാ നീ എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് വാ. അത് അവന്റെ ഇരിക്കുന്ന ഒട്ടും സേഫ് അല്ല. ഓക്കെ. അതെന്താ ഉദ്ദേശിച്ച അറിയില്ല. എടാ ഷിൻചാൻ നീ വരുന്നില്ലേ? എനിക്ക് പിഞ്ചാനെ പറ്റി ഒരു കാര്യം മൈക്കിളിനോട് ചോദിക്കാണ്ട്. നീ ചോദിച്ചിട്ട് വേഗം വാ. എടാ ഇപ്പൊ വേഗം പോയിട്ട് ആ സൈക്കിള് അത് ഞാൻ എങ്ങനെയെങ്കിലും ആ സൈക്കിള് പിഞ്ചാന്റെ അടിച്ചു മാറ്റണം. എടാ ഷിൻചാനെ വേഗം ഒന്ന് ഓടി വാ. വരുന്നുണ്ട്. വേഗം ഒന്ന് വാ. നീ കേറ്, ഞാൻ ഫ്രണ്ടോട്ടാക്കി തരാം. വേഗം കേറ്, വണ്ടിക്കാ കേറ്. എടാ കേറ്. ഓക്കെ വാ പോവാ. എടാ നമ്മള് നേരെ പിഞ്ചാന്റെ വീട്ടിലേക്ക് പോവാ. പിഞ്ചാന്റെ സൈക്കിൾ എടുക്കാൻ വേണ്ടി. പിഞ്ചാൻ ഭയങ്കര ഡേഞ്ചർ. അവന്റെ വെപ്പൺസ് ഒക്കെ ഉണ്ട്, തോക്കൊക്കെ. സീനൊന്നും ഇല്ല, ഞാൻ അവന്റെ ഒന്ന് എടുത്തോളാം. അവന് നിന്റെ അതേ പ്രായം തന്നെയല്ലേ? പക്ഷെ അവൻ ഡേഞ്ചർ. എന്നെ പോലെയാണ്. ഞാൻ ഭയങ്കര ഡേഞ്ചറല്ലേ? അത് തന്നെ പറഞ്ഞ. എന്തായാലും അവന്റെ ഒന്ന് എടുക്കുക, സീനില്ല. എടാ 1 കോടി രൂപയുടെ സൈക്കിൾ ആണ് ആ ചെക്കൻ്റെ.
ആ ഫ്രാങ്ക്ലിൻ എങ്ങനെ എടുക്ക്. ഞാൻ എടുക്കും ഞാൻ ഇന്നത് എടുക്കും. നേരെ പിഞ്ചാന്റെ വീട്ടിലേക്ക് പോവാ. ലെറ്റ്സ് ഗോ ടു പിഞ്ചാൻ ഹൗസ്. എടീ കാർ ഓടിച്ചത് പിഞ്ചാന്റെ വീടിന്റെ ഇവിടെ എത്തി. ഇതല്ലേ പിഞ്ചാന്റെ വീട്? ആ ഫ്രാങ്ക്ലിനെ ഇറങ്ങ് ഷിൻചാൻ വണ്ടിന്ന് ഇറങ്ങും. പിഞ്ചാൻ കാണരുത്. അതോ സൈക്കിൾ ഇവിടെ. അയ്യോ പിഞ്ചൻ ഫ്രാങ്ക്ലിനെ നീ ഇപ്പൊ ഷിൻചാൻ നീ ഇറങ്ങല്ലേ. ആടാ ഓക്കെ അവൻ കാണില്ലേ വീട്ട്. എങ്ങോട്ട് പിഞ്ച് സൈക്കിൾ എടുത്തോണ്ട് പോകുന്നേ? എടേ അവനവിടെ എങ്ങോട്ടാ എന്തോ പോകുന്നേ? എങ്ങോട്ടോ ഓടിച്ചു പോകുന്നുണ്ട്. അവൻ എന്നെ കണ്ടില്ല എന്തോ ഭാഗ്യത്തിന്. ഞാനിപ്പോ പിഞ്ചാനെ ഫോളോ ചെയ്യണം. അവൻ എങ്ങോട്ടാ പോകുന്നേ അറിയില്ല. ഷിൻചാനെ നീ എവിടെയാ? എടാ ഞാൻ വണ്ടിക്കകത്തന്നെയുണ്ട്. ഫ്രാങ്ക്ലിനെ എന്താടാ? എടാ വേഗം വാ, പിഞ്ചാനെ ഫോളോ ചെയ്യാ. ഈ സോറിയുടെ നിന്നെ അടുത്ത് എറിയാൻ വിചാരിച്ചല്ല ഞാൻ വണ്ടിക്കകത്ത് എറിയ. ആടെ പോ പിഞ്ചാനെ ഫോളോ ചെയ്യാം. ഞാനിപ്പോ പിഞ്ചാനെ ഫോളോ ചെയ്യാൻ പോവാ. ഇവനെന്ത് ഇങ്ങനെ ഓടിക്കുന്നത്? ഫ്രാങ്ക്ലിന് പിഞ്ചാനെ സൈക്കിൾ ഓടിക്കണ റോട്ടിലെ. അതിനെന്താ? നീ എന്നെ ഓടിക്കാൻ വിടാറില്ലല്ലോ. എടാ അതല്ല, ഇതിപ്പോ പിഞ്ചാൻ എന്തോ ഡേഞ്ചറാ പ്രശ്നം. അവന്റെ അവൻ അങ്ങോട്ട് പോകാതെ എങ്ങോട്ടാ? അതാരാ അവിടെ? സൈഡിലോട്ട് നിർത്താ. ഈ വണ്ടി എന്താ സൈഡിലോട്ട് പോകാത്തെ? അതാരൊക്കെയാ? എടാ ഗ്രീൻ ഗ്യാങ്. പിഞ്ചാനെ ഗ്രീൻ ഗ്യാങ് എന്തിനാ പിടിക്കുന്നേ? എടാ 1 കോടി രൂപയുടെ സൈക്കിളാ. ഇതെന്താ ഇപ്പൊ നടക്കുന്നത്? നമുക്ക് ഇവിടെ നിർത്തിയിടാ. എന്താ സംഭവം നോക്കട്ടെ. ഫ്രാങ്ക്ലിന് പിഞ്ചാനെ ഒരു വണ്ടിക്കകത്ത് കയറ്റി. ആടാ ഞാൻ പോയിട്ട് വേഗം പിഞ്ചാനെ രക്ഷിക്കാൻ നോക്കാം. ഞാൻ രക്ഷിക്കാൻ നോക്കാം. ഫ്രാങ്ക്ലിനെ നീ സൂക്ഷിക്കണം. ആടാ ഞാൻ സൂക്ഷിക്കാം. ഇപ്പൊ എങ്ങനെയെങ്കിലും എനിക്ക് പിഞ്ചാനെ രക്ഷിക്കണം. എടാ പക്ഷെ ഇവന്മാരുടെ ഗൺസ് ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഇവന്മാരുടെ അടുത്തേക്ക് ഗൺസ് എടുത്ത് അറ്റാക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞ സീനാ. വെയിറ്റ് എന്ത് ഇപ്പൊ ചെയ്യാ? അവന്മാർ എങ്ങോട്ടാ പോകുന്നേന്ന് നോക്കാം. എങ്ങോട്ടാ പോകുന്നേന്ന് കേട്ട് നോക്കാം. അപ്പൊ അങ്ങോട്ട് പോയാ പോരെ. എങ്ങോട്ട് ഇവര് പോവാൻ പ്ലാൻ? അവിടെ പിഞ്ചാനെ കിഡ്നാപ്പ് ചെയ്ത് അയാൾ സൈക്കിളിൽ കയറ്റി, അല്ല കാറിൽ കയറ്റി. ആൻഡ് അയാൾ വണ്ടി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു. ഇയാൾ എങ്ങോട്ടോ പോവാൻ പ്ലാൻ ഇടുകയെന്ന് തോന്നുന്നു. എടാ ഇങ്ങോട്ടോ കൊണ്ടുപോവാ പിഞ്ചാനായത്. ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ? ഇവന്മാരെ അറ്റാക്ക് ചെയ്ത് ഇവര് കുറെ പേരുണ്ട്. ഇപ്പൊ എനിക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. എന്റെ ഗൺസ് ഒക്കെ കാറിലാ. നോ. എടാ എന്തിപ്പോ ചെയ്യാ? ഞാൻ എങ്ങനെയെങ്കിലും ഇപ്പൊ പിഞ്ചാൻ രക്ഷിക്കണം. അവനെ ഫോളോ ചെയ്യാ. വേറെ വഴിയില്ല. അവനെ ഫോളോ ചെയ്യാ. ഇവരെങ്ങോട്ടായിരിക്കും പോവാ? എടാ ഒറ്റ സ്ഥലം വഴിയുള്ളൂ ഇവര് പോവാൻ വേണ്ടിട്ടാ. എനിക്കറിയാം എവിടെയാന്ന് എനിക്കറിയാം. ഇറങ്ങ്. എടാ അവൻ അങ്ങെത്തി. തലയിടിച്ച്. അവന്മാരെന്നെ കണ്ടില്ലല്ലോ. എന്നെ കണ്ടില്ല. ഞാനിപ്പോ എങ്ങനെയെങ്കിലും പിഞ്ചാനെ ഫോളോ ചെയ്യണം. പിഞ്ചാനെ രക്ഷിക്കണം. ഫ്രാങ്ക്ലിനെ നീ എന്തോടെ കാണിക്കുന്നേ? എടാ ഞാൻ ചെറിയ മണ്ടത്തരം കാണിച്ചു. നീ വേഗം വണ്ടി കയറി. എടാ പിഞ്ചാൻ അവര് തട്ടിക്കൊണ്ട് പോയടാ എന്റെ ഫ്രണ്ട്. ആ ഫ്രാങ്ക്ലിനെ ഞാൻ കണ്ടു. ഇപ്പൊ എന്ത് ചെയ്യാനാ? എടാ അവരുടെ അടുത്തേക്ക് പോകണം. അവരെവിടെയാ? എടാ മറ്റേ ഗ്രീൻ ഗ്യാങ്ങിന്റെ കൺസ്ട്രക്ഷൻ ഏരിയയില്. ആ ഫ്രാങ്ക്ലിൻ അവിടെ പോയി പിഞ്ചാൻ രക്ഷിക്കാല്ലേ? പിഞ്ചാൻ രക്ഷിക്കാം. അവരെ സൈക്കിളിന് വേണ്ടി പിഞ്ചാനെ കൊല്ലുന്നാ തോന്നുന്നത്. നോ. ഫ്രാങ്ക്ലിൻ എങ്ങനെയാ രക്ഷിക്കണ? രക്ഷിക്കാം. ഇപ്പൊ നേരെ പിഞ്ചാനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഗ്രീൻ ഗ്യാങ്ങിന്റെ കൺസ്ട്രക്ഷനിലേക്ക് ഞാനും ഷിൻചാനും കൂടി പോവാ. ലെറ്റ്സ് ഗോ. A few moments later. ഫ്രാങ്ക്ലിൻ ഇതല്ലേ ഗ്രീൻ ഗ്യാങ്ങിന്റെ കൺസ്ട്രക്ഷൻ ഏരിയ? ഞാൻ അങ്ങനെ കൺസ്ട്രക്ഷൻ ഏരിയയിലെത്തി. നേരെ പിഞ്ചാൻ രക്ഷിക്കാൻ പോവാ. സ്പീഡിൽ ഇടിച്ചു കയറാ. അവര് 1 സെക്കൻഡ് പോലും കൊടുക്കാൻ പാടില്ല. ഓക്കെ കേറി. ഒരുത്തൻ ഇവിടെ നിൽക്കുന്നു. അവനെ ഇടിച്ചു. അവനെ കൊന്നു. രണ്ടാമത്തവൻ. ഫ്രാങ്ക്ലിൻ നീ എന്താ കാണിക്കുന്നേ? എടാ എല്ലാരും ഞാൻ കൊല്ലു. വേറെ വഴിയില്ല. ഉമ്മാര് നമ്മളെ കണ്ടടാ. ഷൂട്ട് ചെയ്യണം ഇനി. ഒരുത്തനെ ഹെഡ് അടിച്ചു. ഷിൻചാൻ നീ ഇറങ്ങുന്നില്ലേ? ഫ്രാങ്ക്ലിൻ എനിക്ക് പേടിയാവുന്നില്ല. നീ പേടിക്കണ്ട. പിഞ്ചാനെ രക്ഷിക്കും. ഒരുത്തനും കൂടി അവനെയും കൊന്നു. എടാ ഞാൻ എങ്ങനെയാണെങ്കിലും പിഞ്ചാനെ രക്ഷിക്കും. എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല രക്ഷിക്കാൻ പറ്റുമെന്ന്. കാരണം ഇവിടെ കുറെ ആൾക്കാരുണ്ടാവും. ഒരുത്തനും കൂടി. എടാ നീ എന്ത് ചാവാതെ? നിനക്ക് ചത്തൂടെ? ഓക്കെ ഞാൻ അവനെയും കൊന്നു. ആടാ ഞാൻ കണ്ടു. ഞാൻ അവനെ കൊല്ല. എങ്ങനെയൊക്കെ ഞാൻ അവനെയും കൂടി കൊന്നു. ഓക്കെ എല്ലാരും കൊന്നു എന്നാ തോന്നി. ഇനി ആരും ഉണ്ടാവൂല. ആ പിഞ്ചാൻ അവിടെ. ഇത്രയും ആൾക്കാരാ. ഗോഡ്. ഓക്കെ ഇപ്പൊ എല്ലാരും കൊല്ലണം. ചാവ്. എടാ ഇവൻ താഴെ ഒറ്റക്ക് വീണ് ചത്താ. ഓക്കെ എല്ലാരും കൊന്നു. ഇല്ലടി ഇവിടെ ഇനിയുണ്ട്. ആർക്കും എന്റെ ബുള്ളറ്റ് റീലോഡ് ആക്കട്ടെ. എല്ലാരും കൊന്നു. ഇവൻ ഒറ്റെടുത്തന്നെ. അതിന് ബാക്കി ഇവനെ നമുക്ക് എക്സ്ട്രാ ഓർഡിനറി വെപ്പൺ വെച്ചോല്ല. ഹാമർ വെച്ച് തലക്ക് ടങ് ചത്തു. നമ്മളെ പിടിക്കാൻ പോലീസ് വരുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പ് ഇവിടുന്ന് പോവാം. ഒരുത്തരും കൂടി അവനെ സ്നൈപ്പർ വെച്ചല്ല. എടാ പിഞ്ചാനെ കണ്ടോ? ഷിൻചാനെ ഞാൻ കണ്ടു. പേടിയായോ? ഇല്ല ഷിൻചാനെ. എടാ നിന്റെ സൈക്കിൾ എടുക്കാൻ വേണ്ടിട്ടാ. നിന്റെ സൈക്കിള് കുറച്ച് വില കൂടിയ സൈക്കിളാ. എനിക്ക് പേടിയാവുന്നു ഫ്രാങ്ക്ലിനെ. എടാ ഇതത് പോലീസ് ഓഫീസേഴ്സ് എത്തിയാ. എടാ നമ്മളിവിടുന്ന് പോണം. പിഞ്ചാനെ നിന്നെ ഇവരൊന്നും ചെയ്യില്ല. എന്നെ ഷിൻചാനെ കുറെ കേസുള്ളതുകൊണ്ട് നമ്മളെ പിടിക്കും. നിങ്ങൾ ഈ സൈക്കിൾ എടുത്ത്. എനിക്ക് സൈക്കിൾ വേണ്ടത് ഡേഞ്ചർ ആണെങ്കിൽ. ആടാ ഓക്കെ. എടാ വാ ഷിൻചാൻ ഈ സൈക്കിളിൽ കയറി. എടാ പോ. പിഞ്ചാൻ എന്തെങ്കിലും ഹെൽപ്പ് വേണോ?
ലെറ്റ്സ് ഗോ ഇവിടുന്ന് രക്ഷോട്ടെ എന്നെ ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് ആടാ ഓക്കെ എടാ നമുക്ക് ഈ സൈക്കിളും കിട്ടി പിഞ്ച ഹാപ്പി ആയി ആ ഫ്രാങ്ക്ലിൻ ഇനിയിപ്പോ ഇവിടുന്ന് എസ്കേപ്പ് ആവാല്ലേ ആടാ ഇനിയിപ്പോ ഇവിടുന്ന് എസ്കേപ്പ് ആ സീനൊന്നും ഇല്ല ഫ്രാങ്ക്ലിൻ അപ്പൊ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നല്ലോ ആ ഷിൻചാൻ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു ആൻഡ് ഇപ്പൊ മഴ പെയ്യാനും തുടങ്ങി ഏതാ ആടാ ഫ്രാങ്ക്ലിനെ നമുക്കൊന്ന് പോവാം ആടാ എന്തായാലും ഇന്ന് മൈക്കിൽ പറഞ്ഞ പോലെ ഈ 1 കോടി രൂപയുടെ സൈക്കിളും കിട്ടി പിഞ്ച ഹാപ്പി ആയി സോ മൊത്തത്തിൽ ഇന്ന് അടിപൊളിയായിരുന്നു എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് അടിച്ചിട്ട്